എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷത്തിലാണ്. ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ ലോകമെമ്പാടുമുള്ള ആളുകൾ, പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങൾ പോലും ക്രിസ്മസ് ആഘോഷത്തിലാണ്. എന്നാൽ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ വ്യത്യസ്തമല്ല. എല്ലാ സംസ്ഥാനങ്ങളിലും ക്രിസ്മസ് ആഘോഷം വളരെ ശക്തമായി നടക്കുന്നു. എന്നാൽ ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചിലയിടങ്ങളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ ക്രിസ്മസിൻ്റെ സാധനങ്ങൾ, സാന്താക്ലോസിൻ്റെ ഉടുപ്പ്, തൊപ്പി, അതുപോലെ നക്ഷത്രം, ഇതൊക്കെ വിൽക്കുന്നതിനെതിരെ വലിയ പ്രശ്നങ്ങൾ ചില തീവ്ര ഹിന്ദുത്വ ചിന്താഗതി ഉള്ളവർ എന്നവകാശപ്പെടുന്നവർ പ്രശ്നങ്ങളുമായി മുമ്പോട്ട് വരുന്നുണ്ട്. ചില ആരാധനാലയങ്ങൾ കയറുകയും അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും, ഈ കഴിഞ്ഞ ദിവസം ഒരു കണ്ണിന് കാഴ്ച ഇല്ലാത്ത ഒരു പെൺകുട്ടിയെ വരെയും ഉപദ്രവിക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ കണ്ടു. എന്നാൽ ഇതിൽ നിന്നും ഒട്ടും വ്യത്യാസമില്ലാതെ കേരളത്തിലും ക്രൈസ്തവ സമൂഹത്തിനെതിരെയും ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കെതിരെയും ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് പാലക്കാട് നടന്ന ഒരു സംഭവം. അതായത് 2-3 ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, അതിനകത്ത് കുട്ടികളും ഉൾപ്പെടും, അവർ ഒരു സൈഡ് ഡ്രമ്മും ഒക്കെ ആയിട്ട് ക്രിസ്മസ് കരോളുമായി ബന്ധപ്പെട്ട് അവർ ഇറങ്ങിത്തിരിച്ചു. എന്നാൽ ഒരു വ്യക്തി, അദ്ദേഹം ഒരു BJP പ്രവർത്തകനാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇദ്ദേഹം ഇവരുടെ ഡ്രമ്മും സാധനമെല്ലാം തല്ലിപ്പൊട്ടിക്കുകയും അശ്ലീലങ്ങൾ പറയുകയും ചെയ്തു. എന്നാൽ അത് ഒരു വലിയ വിവാദത്തിന് കാരണമായി തീർന്നു. BJPയും ഹിന്ദുത്വ സംഘടനകളും ക്രിസ്മസ് കരോളിന് എതിരാണ് എന്നും ക്രിസ്മസിനെതിരാണ് എന്നുള്ള പ്രചാരണം അവിടെ കേരളത്തിൽ ഉടനീളം പരക്കുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ, കരോൾ സംഘത്തിനെതിരായ RSS ആക്രമണം പാലക്കാട് ജില്ലയിലെ 2500 യൂണിറ്റുകളിലും കരോൾ നടത്തും. DYFI ആണ് പറഞ്ഞിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ 2500 കേന്ദ്രങ്ങളിൽ ക്രിസ്മസ് കരോൾ നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശശികല ടീച്ചറിൻ്റെ ഒരു പോസ്റ്റ് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഇതിനുത്തരം പറയേണ്ടത് ക്രൈസ്തവ മത നേതൃത്വമാണ്. ഇങ്ങനെ രാഷ്ട്രീയ മുഷ്ടി കാട്ടാനും കള്ളു കുടിക്കാൻ കാശ് പിരിക്കുവാനുമുള്ള വെറും പേക്കൂത്താണോ കരോൾ? മുഷ്ടിയുമായി വന്നാൽ രാമായണം വായിച്ചിരിക്കാൻ ഇത് കർക്കിടക മാസവുമല്ല, എന്ത് ചെയ്യും? അതായത് ശശികല ടീച്ചറിൻ്റെ ഒരു പോസ്റ്റാണ്. ഈ ക്രിസ്മസ് കരോൾ നടത്തുന്നത് അത് കള്ളു കുടിക്കാൻ കാശ് പിരിക്കാൻ വേണ്ടിയാണ് എന്നാണ് ശശികല ടീച്ചർ അവകാശപ്പെടുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഇത് ക്രൈസ്തവ സമൂഹത്തെ അപമാനിക്കുന്നതായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. കാരണം ക്രിസ്മസ് ആഘോഷം ആരംഭിച്ചത് 2000 വർഷത്തോളം പഴക്കം ഇതിനുണ്ട്. അതായത് കൃത്യമായി പറഞ്ഞാൽ AD 100 കാലഘട്ടത്തിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ അന്ന് മുതൽ ക്രിസ്മസ് ആഘോഷമുണ്ട്. AD 128 കൃത്യമായ ഒരു രേഖ പറയുകയാണെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ മുതൽ ക്രിസ്മസ് ആഘോഷമുണ്ട്. ഈ ക്രിസ്മസ് ആഘോഷം ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. തന്നെയല്ല, ക്രിസ്തുവിൻ്റെ ജന്മദിനത്തിൽ പറഞ്ഞു തന്നെ സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ക്രിസ്തുമസ് ആഘോഷിക്കാൻ തുടങ്ങിയത് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ആ നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള ഈ ക്രിസ്മസ് ആഘോഷത്തിൽ അത് കള്ളു കുടിക്കാൻ വേണ്ടി, പണപ്പിരിവിന് വേണ്ടിയല്ല ക്രിസ്മസ് ആഘോഷം നടത്തുന്നത്. ശശികല ടീച്ചറിനെ പോലുള്ള ആളുകൾ ഒരു തീവ്ര ഹിന്ദുത്വ ചിന്താഗതിയുള്ള ഒരു ടീച്ചറാണ്. അവനവൻ നിൽക്കുന്ന മതത്തെ വിശ്വസിക്കുകയും ആ മതത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് ആ മതത്തിൽപ്പെട്ടവരുടെ ഉത്തരവാദിത്വമാണ്. അതിന് തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ
ആ മതത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു മതത്തിൽപ്പെട്ട ആളുകളെ അവരുടെ ആചാര അനുഷ്ഠാന രീതികളെ ക്രിസ്മസ് അതിനെ പരിഹസിക്കുന്ന ഒരു സമീപനം അത് ശരിയായൊരു നടപടിയല്ല. ശശികല ടീച്ചർ ഈ പറഞ്ഞ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനോട് ഒരു കാരണവശാലും ഇത് യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അവർ പറഞ്ഞിട്ടുള്ളത്. അവർ പറഞ്ഞിരിക്കുന്നത് ഇത് കള്ള് കുടിക്കാൻ വേണ്ടി ഉള്ള പിരിവാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞു. അല്ല, ഒരിക്കലുമല്ല. അത് മാത്രമല്ല, മുഷ്ടിയുമായി വന്നാൽ രാമായണം വായിച്ചിരിക്കാൻ ഇത് കർക്കിടക മാസവുമല്ല, എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ അടിക്ക് തിരിച്ചടി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. വാസ്തവത്തിൽ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് ശശികല ടീച്ചറിന് കൃത്യമായിട്ട് അറിയത്തില്ലാത്തതുകൊണ്ടാണ്. ലോക സമാധാനത്തിന് വേണ്ടിയും നിലനിൽക്കുകയും ആ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം എന്ന് പറഞ്ഞു. ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതുവരെയും ഒരു വർഗീയ ലഹളകൾ ഉണ്ടാക്കിയിട്ടില്ല. ഒരു അമ്പലം പൊളിക്കുകയോ പള്ളി പൊളിക്കുകയോ ചെയ്ത ഒരു സംഭവങ്ങളില്ല. അതുമാത്രമല്ല, ഉപദ്രവങ്ങൾ ഏൽക്കുമ്പോഴും അത് സഹിഷ്ണുതാപൂർവം സഹിക്കുന്ന, ക്ഷമിക്കുന്ന ഒരവസ്ഥയാണ്. ഇപ്പം നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ബംഗ്ലാദേശിയായ ഒരു മുസ്ലിം, അദ്ദേഹം ഒരു ജിഹാദിയാണ്. ആ ജിഹാദി മതം മാറി ഹിന്ദുവായി. വാസ്തവത്തിൽ അദ്ദേഹം മതം മാറിയ ഒരു വ്യക്തിയൊന്നും ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. അദ്ദേഹം ഒരു ജിഹാദി തന്നെയാണ്, ഒരു മുസ്ലിമാണ്, ഒരു ബംഗ്ലാദേശി മുസ്ലിമാണ്. ആ ബംഗ്ലാദേശി മുസ്ലിം ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ കയറി വന്ന് വളരെ മോശമായ രീതിയിൽ ആ പാസ്റ്ററുടെ തോളത്ത് കൈയിട്ട് എത്ര ധിക്കാരപരമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ആ ധിക്കാരപരമായി അവിടെ സംസാരിക്കുമ്പോഴും വന്നവർ 10 പേരേ ഉള്ളൂ. പക്ഷേ ആ ആരാധനാലയത്തിൽ 100-ലധികം പേരുണ്ട്. പക്ഷേ ഈ 100-ലധികം പേരും ഈ 10 പേര് വന്ന് ഈ പള്ളിയുടെ സ്റ്റേജിൽ കയറി, അതിനെ മധുബഹയൊക്കെ എന്ന് പറയും, അവിടെ കയറി ആ പ്രസംഗപീഠത്തെ പരിഹസിക്കുകയും പാസ്റ്ററുടെ തോളത്ത് കൈയിട്ടുകൊണ്ട് ധാർഷ്ട്യമായിട്ട് സംസാരിക്കുകയും ചെയ്യും നമ്മൾ കണ്ടതാണ്. അപ്പം 100 പേര് ആ ആരാധനാലയത്തിലുണ്ടായിട്ട് 10 പേര് കടന്നു വന്ന് അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ആ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതുപോലും വളരെ സഹിഷ്ണുതയോടുകൂടെ നോക്കിക്കണ്ട ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം. ജാർഖണ്ഡിലായിക്കൊള്ളട്ടെ, ഛത്തീസ്ഗഡിലായിക്കൊള്ളട്ടെ, ഉത്തർപ്രദേശിലായാലും ബീഹാറിലായാലും നിർബന്ധിതമായി സുവിശേഷ പ്രവർത്തകരെ പിടിച്ച് അവരെ ഉപദ്രവിച്ച്, അവരെ തല്ലി, അവരുടെ നിക്കറും ഷർട്ടും ഊരിക്കളഞ്ഞ്, അവരുടെ ദേഹത്ത് ചാണകവെള്ളം കോരി ഒഴിച്ച്, അവരെ കൊണ്ട് നിർബന്ധിതമായി ജയ് ശ്രീരാം വിളിപ്പിച്ച് മുമ്പ് പോയിട്ടും വളരെ സഹിഷ്ണുതയോടുകൂടെ മാത്രം ഇതിനെയെല്ലാം നോക്കിക്കാണുന്ന ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം. അപ്പോൾ ശശികല ടീച്ചർ പറഞ്ഞിരിക്കുന്നത് രാമായണം വായിച്ചിരിക്കാൻ ഇത് കർക്കിടക മാസമല്ല എന്ന് പറഞ്ഞാൽ പ്രതിഷേധമുണ്ടാകും, അല്ലെങ്കിൽ കായികപരമായും അല്ലെങ്കിൽ മറ്റ് പല രീതിയിലുള്ള പ്രത്യാഘാതമുണ്ടാകും എന്നാണ് ശശികല ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ശശികല ടീച്ചറിനെ പോലെയുള്ള ആളുകൾക്ക് തിരിച്ചറിയത്തില്ല എന്നിട്ടാണ്. കാരണം അവർ ആർക്കും ഒരു ഉപദ്രവത്തിനോ, ആർക്കും എതിരെ ഒരു കലാപത്തിനോ, ആർക്കും എതിരെ ഒരു പ്രശ്നത്തിന് പോകുന്ന ഒരു സമൂഹമല്ല. എന്നാൽ ശശികല ടീച്ചറിനെ പ്രകോപിപ്പിച്ചത് മറ്റൊരു കാര്യമാണ്. DYFI 2500 കേന്ദ്രങ്ങളിൽ, യൂണിറ്റുകളിൽ ക്രിസ്മസ് കരോൾ നടത്തും. അപ്പോൾ ഈ DYFI നടത്തുന്ന ക്രിസ്മസ് കരോൾ എന്ന് പറയുന്നത് അത് പ്രതിഷേധമാണ്. ആ പ്രതിഷേധ കരോളാണ് അവർ നടത്തുന്നത്. അത് ക്രിസ്തീയ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത് ശരിയായ ഒരു നടപടിയല്ല. കാരണം ക്രിസ്തുവിൻ്റെ ജന്മദിനം അല്ലെങ്കിൽ ലോകരക്ഷകനായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു എന്നുള്ള സന്ദേശം അത് സ്നേഹത്തോടും സഹിഷ്ണുതയോടും ഒക്കെയാണ് അത് പ്രചരിപ്പിക്കേണ്ടത്. അതിനു പകരം പ്രതിഷേധ സൂചകമായി ഇത് നടത്തുമ്പോൾ ഇത് ക്രൈസ്തവ സമൂഹവുമായി ബന്ധപ്പെട്ട ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. എങ്കിലും നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന ഒരു സമയത്ത്, അതായത് നമുക്കൊരു വാക്കുപോലും നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന വിശ്വാസത്തെക്കുറിച്ചോ നമ്മുടെ ആരാധന രീതികളെക്കുറിച്ചോ പുറത്തു പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായി മനുഷ്യൻ പ്രതികരിക്കും എന്നുള്ളത് അത് ഒരു സത്യമായ കാര്യമാണ്. അപ്പോൾ എന്തായാലും ഈ ശശികല ടീച്ചറിനെ പോലുള്ള ആളുകളുടെ ഇത്തരം ഫേസ്ബുക്ക് പോസ്റ്റുകൾ അത് സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുകയും
സമൂഹത്തെ ഭിന്നിപ്പിക്കുകയും ക്രൈസ്തവ സമൂഹം കരോൾ പിരിവ് നടത്തുന്നത്, കരോൾ സർവീസ് നടത്തുന്നത് കള്ളു കുടിക്കാനും പേക്കൂത്ത് കളിക്കാനുമാണ് എന്നുള്ള ഈ പോസ്റ്റ് അത് ക്രൈസ്തവ സമൂഹത്തെ വല്ലാതെ ചിന്തിപ്പിക്കുകയും ഈ ദിവസങ്ങളിൽ BJPയോടും അതുപോലെ തന്നെ മറ്റ് ഹിന്ദുത്വ ചിന്താഗതികളോട് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന, പ്രത്യേകിച്ച് BJP എന്ന രാഷ്ട്രീയ പാർട്ടിയോട് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് പല ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ആളുകളും ക്രൈസ്തവരും BJPയിലേക്ക് ചേരുമ്പോൾ അത് തീർച്ചയായിട്ടും ഇസ്ലാമിക് ജിഹാദികളെ ഭയപ്പെട്ടിട്ടാണ്. കാരണം തീവ്ര ഇസ്ലാമിക് ജിഹാദികൾ ഇന്ത്യയെ നോട്ടമിട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് 2047 ആകുമ്പോഴത്തേക്കും ഇന്ത്യ പിടിച്ചെടുത്ത് ഇവിടെയുള്ള ക്രൈസ്തവ ദേവാലയങ്ങളും ഹിന്ദു ക്ഷേത്രങ്ങളും തകർത്ത് ഒരു ജിഹാദി രാജ്യം സ്വപ്നം കാണുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകളുണ്ട്. അവരുടെ ശരീഅത്ത് നിയമം ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം മറ്റുള്ള മതങ്ങളെ ഇവിടുന്ന് ഉന്മൂലമാക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഈ തീവ്രവാദ സംഘടനകൾ ഒളിഞ്ഞും തെളിഞ്ഞും നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുള്ളത് കൊണ്ട് ഈ ഇസ്ലാമിക് മത തീവ്രവാദത്തെ ഭയപ്പെട്ടും ഇന്ത്യയെ ഇസ്ലാമിക് മത തീവ്രവാദത്തിൻ്റെ കീഴിൽ കൊണ്ടുവരരുത് എന്നുള്ള ചിന്താഗതി കൊണ്ടുമാണ് പല ക്രൈസ്തവ വ്യക്തികളും BJP ആയിട്ട് ഒക്കെ ചേർന്ന് നിൽക്കുന്നത്. അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. കാരണം തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നമ്മുടെ രാജ്യത്തെ കീഴടക്കുന്നു. അപ്പോൾ BJPയുമായി ക്രൈസ്തവ സമൂഹം, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയൊക്കെ അടുക്കുന്ന ഒരു സന്ദർഭങ്ങളിൽ ഈ ക്രിസ്ത്യാനികളുടെ ഈ കരോൾ സർവീസിനെ അത് കാശ് പിരിക്കാനും കള്ളു കുടിക്കാനുമുള്ള ഒരു വേദിയാണ് എന്ന് പരിഹസിക്കുന്നത് അത് തീർത്തും ശരിയായ ഒരു നടപടിയല്ല. അത് സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുകയും BJP എന്ന രാഷ്ട്രീയ പാർട്ടിയോട് ക്രൈസ്തവ സമൂഹത്തിന് താല്പര്യം കുറയുകയും ചെയ്യും. ശശികല ടീച്ചർ ഒരു തീവ്ര ഹിന്ദുത്വവാദിയാണെങ്കിലും ഇതുപോലെയുള്ള ആളുകൾ ഇതുപോലെ ഉള്ള ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മതസ്പർദ്ധയും അതുപോലെ തന്നെ മറ്റുള്ള മതങ്ങളെ അവഹേളിക്കുകയും ചെയ്യുന്നത് കൊണ്ട് പല ആളുകൾക്കും ഈ BJP പോലെയുള്ള രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേർന്ന് നിൽക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇത്തരം പോസ്റ്റുകൾ ചെയ്യുന്നത് അത് ഗുണകരമല്ല. ക്രൈസ്തവ സമൂഹം സഹിഷ്ണുതയുടെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അതിലുപരിയായി ത്യാഗത്തിൻ്റെയും ഒരു വിഭാഗമാണ്. അതുകൊണ്ട് ക്രൈസ്തവരെന്താണെന്നും ക്രൈസ്തവ വിശ്വാസം എന്താണെന്നും അവരുടെ സഹിഷ്ണുത എന്താണെന്നും തിരിച്ചറിയാൻ പൊതുവെ ശശികല ടീച്ചറിനെ പോലെയുള്ള ആളുകളും അതുപോലെ ക്രൈസ്തവ സമൂഹത്തെ എതിർക്കുന്നവരും തീർച്ചയായിട്ടും ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ചൊന്ന് പഠിക്കാൻ തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്.